Good afternoon. So, നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ചാപ്റ്റർ 49 കമ്പോണൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലേ? ബെനിഫിറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു? ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് ബെനിഫിറ്റ് എന്താണ്? ബെനിഫിറ്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഫസ്റ്റ് ബെനിഫിറ്റ് ആയിരുന്നു ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദി ഹോസ്പിറ്റൽ. എന്താണ്? ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏതെല്ലാം രീതിയിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയൊക്കെയാ? ഇങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സുകൾ ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി അല്ലേ? പിന്നെ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ്സുകൾ, പേഷ്യന്റിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ റിമൈൻഡേഴ്സ് ലഭിക്കുന്നുണ്ട് അല്ലെ അവർക്ക്. എന്നാണ് ഡോക്ടറെ കാണേണ്ടത്, അപ്പോയിന്റ്മെന്റ് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ റിമൈൻഡേഴ്സ് എന്താണ് ലഭിക്കുന്നുണ്ട്. സോ ആ രീതിയിൽ എന്താണ് പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട്, ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സെക്കൻഡ് ബെനിഫിറ്റ് എന്തായിരുന്നു? സെക്കൻഡ് ബെനിഫിറ്റ് എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത എന്താ? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. എന്താണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. ഓക്കെ, ഇനി അതിനുവേണ്ടി അവരുടെ പേഷ്യന്റിന്റെ ഹെൽത്തുകൾ പ്രോപ്പർ ആയിട്ട്, ഹെൽത്ത് ഇൻഫർമേഷൻ, സെൻസിറ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്താണ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന ആക്ട് ഏതാണ്? ആക്ട് ഏതാ? ഹിപ്പ. എന്താ അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്താ? ഹിപ്പ ഹെൽത്ത് ഇൻഫർമേഷൻ പ്രൊട്ടക്ട്. അല്ലല്ലോ, ഹിപ്പ ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഇതാണ് ഹിപ്പ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹിബ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗികളുടെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആക്ട് ആണ് ഹിപ്പ. ദെൻ തേർഡ് ബെനിഫിറ്റ് ആയിരുന്നു ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. പേഷ്യന്റ് ഡാറ്റയിലേക്ക് എന്താണ് നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട്, ഒരു ഓതറൈസ്ഡ് പേഴ്സണലിന്, ഒരു ഉദ്യോഗസ്ഥന് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ടിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ബില്ലിംഗ് ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ദ ഫോർത്ത് വൺ എന്താണ്? റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം അല്ലെ? എന്താണ്? ടൈം സേവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് എല്ലാ വർക്കുകളും, ഇപ്പൊ അപ്പോയിന്റ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മരുന്നുകളുടെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിന് തന്നെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് സ്റ്റാഫുകൾക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട ടൈം എന്താണ് റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് പേഷ്യന്റ് ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയുന്നതാണ്. ദെൻ കോസ്റ്റ് എഫക്റ്റീവ്നെസ്. എന്തായിരുന്നു കോസ്റ്റ് എഫക്റ്റീവ്നെസ്? എന്തായിരുന്നു? നേരത്തെ പറഞ്ഞ പോലെ അപ്പോയിന്റ്മെന്റ്, അതേപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ്, ഇതിനെല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലേ? ഇപ്പൊ സ്റ്റാഫിനെ നിയമിക്കുക, അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രയും ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാമോ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ ഇവിടെ വരെയല്ലേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്? അത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നോ? ചെയ്തില്ലേ? ഓക്കെ, ദെൻ നോക്കിക്കോളൂ. സിക്സ്ത് വൺ, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്.
And HMS can give valuable insights regarding operations by generating real-time reports on various metrics such as patient flow, occupancy rate, and income generation. This helps you to make data-driven decisions, improve process, and optimize resources. എന്താണ് ഈ ഒരു ഹെൽത്ത് കെയർ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ടും ഇപ്പോൾ പേഷ്യന്റിന്റെ ഫ്ലോയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ധാരാളം പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഡെയിലി ബേസിസിൽ അല്ലേ. അപ്പൊ അവരുടെ എന്താണ് ആ ഫ്ലോ എന്താണ് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പിന്നെന്താണ് ഒക്യുപ്പൻസി റേറ്റ്സ്, അതായത് ബെഡ് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എന്താണ് റൂം അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും പിന്നെന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടത്, അതായത് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി കഴിയുന്നതാണ്. സോ അത്തരത്തിൽ നമുക്ക് എന്താണ് കറക്റ്റ് ഡിസിഷനിൽ എത്തിച്ചേരാനും ആ ഒരു പ്രോസസ്സിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനും എല്ലാ റിസോഴ്സുകളും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? 6th വൺ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് നമുക്ക് റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. എന്തെല്ലാം റിപ്പോർട്ടുകളാണ്? ഒക്യുപ്പൻസി റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേഷ്യന്റിന്റെ ഫ്ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻകം ജനറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്തരം റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാനും അതെന്ത് ചെയ്യാനും കഴിയുന്നുണ്ട്? അനലൈസ് ചെയ്യാനും കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? 6th വൺ ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ഓക്കെ, 7th വൺ നോക്കിക്കോളൂ. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. And HMS helps to build a centralized platform for managing activities following hospital management system, HMS. Okay. And HMS helps to build a centralized platform for managing activities, allowing hospitals to streamline their administrative process. It ensures consistency beyond departments. This can enhance efficiency, minimize errors, and better overall patient care. Okay, ഇനി 7th വണ്ണിൽ എന്താ പറയുന്നത്? ഈ ഒരു സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് എന്താണ് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സുകൾക്കിടയിലുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകളെ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇപ്പോൾ റേഡിയോളജി, ഇപ്പോൾ ലാബ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഫാർമസി ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം എന്താണ് ഈ ഡാറ്റയിലേക്ക്, ഈ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അതായത് എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അല്ലെങ്കിൽ എല്ലാ സിസ്റ്റത്തെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരൊറ്റ ഇന്റർഫേസിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും എല്ലാ ഡാറ്റയിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഒരു ഫാർമസിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റാഫിന് ഡോക്ടർ എന്താണോ നൽകിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അത് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഫാർമസിയിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താണ് അത് ചെക്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള മരുന്ന് നൽകാനും കഴിയുന്നതാണ്. അതേപോലെ ഡോക്ടറിനാണെങ്കിലോ ഇപ്പൊ ലാബിൽ നിന്ന് ലഭിക്കുന്ന ടെസ്റ്റ് റിസൾട്ട് ആ ഓഫീസിൽ വിച്ച് മീൻസ് ആ ഹോസ്പിറ്റലിലെ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എന്താണ് പ്രിസ്ക്രൈബ് ചെയ്യാനും കഴിയുന്നതാണ്. സോ എല്ലാ കാര്യങ്ങളും എല്ലാ യൂണിറ്റുകളെയും ഒരുമിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എന്താണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. റിസ്കുകൾ മിനിമൈസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതിലുപരി എന്താണ് നല്ല മികച്ച നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഇറേഴ്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതായത് ഇപ്പൊ ലാബിൽ ടെസ്റ്റിന് നമ്മൾ ടെസ്റ്റ് കൊടുത്താൽ എന്താണ് അതിന്റെ റിസൾട്ട് കിട്ടി. മുന്നത്തെ സിറ്റുവേഷനിലാണെങ്കിൽ എന്താണ് ഒരു പേപ്പർ ഫോർമാറ്റിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അല്ലെ, ഒരു ഹാർഡ് കോപ്പി ആയിരിക്കും. അതുമായിട്ട് ഡോക്ടറിന്റെ റൂമിലേക്ക് പോകുക, അങ്ങനെയല്ലേ, അങ്ങനെ ഒരു പ്രോസസ് ആയിരുന്നു. ഇപ്പോൾ അതിനിടയിൽ ഈ ഡാറ്റ മിസ്സാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്, ഇറേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് ആ റിസ്കുകൾ മിസ്റ്റേക്കുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനായിട്ടും കഴിയുന്നുണ്ട്.
ക്ലിയർ ആണോ? 7th വൺ. ആൻഡ് 8th വൺ നോക്കിക്കോളൂ. റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്. റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്. And HMS can help reduce medical errors by providing doctors and nurses with updated patient informations. It reduces the risk of misdiagnosis, incorrect treatment, or adverse drug interactions. ഇനി ഈ ഒരു സിസ്റ്റം, ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മറ്റ് ബെനിഫിറ്റ് എന്തൊക്കെയാ? മെഡിക്കൽ ഇറേഴ്സുമായി ബന്ധപ്പെട്ട, അതായത് മിസ്റ്റേക്കുകൾ കുറയ്ക്കാനായിട്ട്, റിഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് രീതിയിലാണ്? നമ്മൾ അതിൽ കളക്ട് ചെയ്യപ്പെടും. നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യന്റിന്റെ എല്ലാ എന്താണ് ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ട്, അതെപ്പോഴും എന്താണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു ഡോക്ടറിന്റെ മുന്നിലെത്തുന്ന ഒരു എന്താണ് ഡാറ്റ അപ്ഡേറ്റഡ് ഡാറ്റയാണ്. ഓക്കെ, അപ്ഡേറ്റഡ് ഡാറ്റയാണ് ഒരു ഡോക്ടറിന്റെ മുന്നിൽ എത്തുന്നത്. അപ്പൊ അത് നോക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ലാസ്റ്റ് ടൈം എന്ത് പ്രിസ്ക്രിപ്ഷൻ ആണ് നൽകിയിരിക്കുന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അത്തരത്തില് ആ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് തുടർ ചികിത്സ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ എന്താണ്, മെഡിസിന്റെ കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മുന്നൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു, ഒരു ഫയലായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ എന്താണ്, നമുക്കൊരു ചാർട്ട്, ഒരു ഫയലാണ് ലഭിച്ചിരുന്നത് അല്ലെ. ആ ഫയലാണ് ഹോസ്പിറ്റലിന്റെ റൂമിലെത്തുന്നത്, ഡോക്ടറിന്റെ മുന്നിലെത്തുന്നത്, അതേപോലെ തന്നെ ഫാർമസിയിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് പേപ്പേഴ്സ്, ഡാറ്റാസ് ഒക്കെ മിസ്സാകാനായിട്ട് ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയപ്പോൾ എന്താണ് ബെനിഫിറ്റ്? EHR, അതായത് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, ആ ഒരു ഫോർമാറ്റിലാണ്, ആ ഒരു മെത്തേഡിലാണ് എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ്. Then 9th വൺ നോക്കിക്കോളൂ. റെഡ്യൂസ്ഡ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. Reduced readmissions and rehospitalization rates. എന്താണ്, അഡ്മിഷൻ, വീണ്ടും അഡ്മിറ്റ് ആകുന്നത്, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത് തടയാനായിട്ട് അതിന്റെ റേറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കാം? And HMS can also decrease readmissions and rehospitalization rates by ensuring timely follow-ups. This increases patient outcomes and minimizes complication risk. Okay, ഇനി എന്താണ്, അതായത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി റീഅഡ്മിഷൻ റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഏത് രീതിയിലാണ്? ഫോളോ അപ്സ്, അതായത് ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്, ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് ആവശ്യം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇനി എന്താണ് ലാബ് ടെസ്റ്റ് എന്നാണ് നടത്തേണ്ടത്, അതേപോലെ എന്താണ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം എന്താണ് ഒരു ഓട്ടോമേറ്റഡ് റിമൈൻഡർ നൽകുന്നതാണ്. ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പേഷ്യന്റിന് ഓട്ടോമേറ്റഡ് റിമൈൻഡർ അവരെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ക്ലിയർ ആണോ? സോ അവർക്ക് എന്താണ് യഥാസമയം ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ടും, അല്ലെങ്കിൽ വാക്സിനേഷൻ ആണെങ്കിൽ അതെടുക്കാനായിട്ടും, അതല്ലെങ്കിൽ എന്താണ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി എന്താണ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുവഴി എന്താണ് റീഅഡ്മിഷൻസ് തടയാനായിട്ട് കഴിയുന്നുണ്ട്. എന്തെങ്കിലും സിവിയർ കേസ് ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ വേണം നമ്മൾ വന്ന് ഡോക്ടറെ കാണാനായിട്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്, അതിന്റെ റേറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? മെയിൻ ആയിട്ട് എന്താ പറയുന്നത്, റിമൈൻഡേഴ്സ് നൽകുന്നുണ്ട്, നോട്ടിഫിക്കേഷൻസ് നൽകുന്നുണ്ട്. ഏത് ദിവസമാണ് ഇനി ഡോക്ടറെ കാണേണ്ടത്, ഓക്കെ, എന്നാണ് ഇനി ലാബ് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ആ പേഷ്യന്റിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സോ അതോടുകൂടി എന്താണ് ബെനിഫിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ബെനിഫിറ്റ്സ്? എന്തൊക്കെ ബെനിഫിറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഫസ്റ്റ് വൺ? എന്താണ്? Improved communication between patients and the hospital. ഓക്കെ, നമ്മൾ പഠിച്ചു എന്താണ് ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ദെൻ
secured data, hospital data. അതിലെന്താ പഠിച്ചത്? സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഹോസ്പിറ്റലിലെ ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർ ആയിട്ട് വെക്കാനായിട്ട് ഈ കീപ്പ് സോഫ്റ്റ്വെയർ ചെയ്യാനും കൊണ്ട് സാധിക്കുന്നു. മെയിൻറ്റെയിൻ ചെയ്യാനും കഴിയുന്നുണ്ട്. ഇനി അതിന് എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്ന, അവരുടെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്ന ആക്ട് ആണ് ഹിപ്പ. ഓക്കെ, അത് ഓർത്തിരിക്കാം. ദെൻ തേർഡ് വൺ എന്തായിരുന്നു? ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. എന്താ അതിൽ പറയുന്നത്? എന്താ? പേഷ്യന്റിന്റെ ഡാറ്റയിലേക്ക് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മെഡിക്കൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, ഡോക്ടേഴ്സിന്റെ എൻഗേജഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ ടേൺ അറൌണ്ട് ടൈം എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് സിക്സ്ത് വൺ ആയിരുന്നു ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. എന്താണ് അതിൽ പറയുന്നത്? സിക്സ്ത് വൺ, ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. സുസ്മി, ഓക്കെ, എന്താണ് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്? ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? ആ ഒരു പോയിന്റിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ പേഷ്യന്റ് ഫ്ലോ, occupancy റേറ്റ് ആൻഡ് ഇൻകം ജനറേഷൻ. പേഷ്യന്റ് ഫ്ലോ, അതേപോലെ ഒക്യുപ്പൻസി റേറ്റ്, ഇൻകം ജനറേഷൻ, ഇതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ ജനറേറ്റ് ചെയ്യാനും പിന്നെ എന്താണ് ഇന്റലിജന്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, ദെൻ സെവൻത് വൺ, സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. എന്താ അതിൽ പറയുന്നത്? എല്ലാ ഡിപ്പാർട്ട്മെന്റിനും കോർഡിനേറ്റ് ചെയ്ത് ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒറ്റ ആക്സസിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുമൂലം എഫിഷ്യൻസി കൂട്ടാൻ, അതുപോലെ തന്നെ എറേഴ്സ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മിനിമൈസ് ചെയ്യാനും പേഷ്യന്റ് കെയർ ബെറ്റർ ആക്കാനും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ എയ്ത്ത് വൺ എന്തായിരുന്നു? റെഡ്യൂസ്ഡ് മെഡിക്കൽ ഇറേഴ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? അപ്ഡേറ്റ് പേഷ്യന്റ് ഇൻഫോർമേഷൻ. പേഷ്യന്റ് ഡോക്ടേഴ്സ് നൽകുന്നത് ഒരു പേഷ്യന്റിന്റെ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ആണ്. അപ്പൊ അത് ചെക്ക് ചെയ്തുകൊണ്ട്, അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്നതാണ്. ഓക്കെ, അവരുടെ ഹിസ്റ്ററി എന്താണ് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ ഇറേഴ്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ നയൻത് വൺ എന്താ? റെഡ്യൂസ് റീഅഡ്മിഷൻസ് ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്സ്. എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി പേഷ്യന്റിന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിമൈൻഡർ കൊടുക്കുന്നു. അതുപോലെ റീഅഡ്മിഷനും അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷന്റെ റേറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അവർക്ക് നേരത്തെ എന്താണ് ഡോക്ടറെ കാണേണ്ട ഡേറ്റ് ആണെങ്കിലും മറ്റ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഒരു റിമൈൻഡർ ലഭിക്കുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട ഫീച്ചർ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ, പേഷ്യന്റ് പോർട്ടൽ. The patient portal is an unavoidable feature of the health information system. എന്താണ് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫീച്ചർ ആണ് എന്ത് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ലൈക്ക് ദ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിലെ പ്രോഗ്രാം പോലെ തന്നെയാണ് ഇതിന്റെയും എന്ത് പ്രോഗ്രാം വരുന്നത്. പക്ഷേ എന്താണ് വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഈസ് ദാറ്റ് ദീസ് പേഷ്യൻസ് ക്യാൻ ഹാവ് സെക്യൂർ ഓൺലൈൻ എൻട്രി ടു ദെയർ മെഡിക്കൽ റെക്കോർഡ്സ്. ഓക്കെ, പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഈ പേഷ്യന്റിന് എന്താണ് ഈ ഒരു ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ പേഷ്യന്റിന്റെ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആർക്കാണ് അതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനാണ് അല്ലെ. പേഷ്യന്റിന് ആ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആണോ? പക്ഷേ പേഷ്യന്റ് പോർട്ടലിന്റെ പ്രത്യേകത എന്താണ്?
ഒരു പേഷ്യന്റിന് എന്ത് ചെയ്യാം? ഈ ഡാറ്റയിലേക്ക് ഓൺലൈൻ ആയിട്ട് എൻറ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്? ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ദെൻ അറേഞ്ചിങ് ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്, ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ദ ഡോക്ടർ, ഡോക്ടറുമായിട്ട് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ത്രൂ മെസ്സേജ്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, ഡോക്ടർ എന്താണ് അതിന് റിപ്ലൈ നൽകുന്നതാണ്. ആ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, ഇനി മെഡിക്കൽ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പ്രോസസിംഗ് പേയ്മെന്റ് ഓൺലൈൻ, ഇനി ഇതുമായി ബന്ധപ്പെട്ട പേയ്മെന്റുകൾ എന്താണ്? ഓൺലൈൻ ആയിട്ട് പേ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് എന്താണ്? ഒരു പേഷ്യന്റ് പോർട്ടൽ വഴി നടത്താവുന്നതാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് പോർട്ടൽ. ഓക്കെ, ബാക്കി നോക്കിക്കോളൂ. All they require is a smart equipment to avail themselves of the maximum benefit of the feature. ഇനി ഇത്തരം ഒരു പേഷ്യന്റ് പോർട്ടൽ നമ്മൾക്ക് ഉപയോഗിക്കണമെങ്കിൽ, പേഷ്യന്റിനെ യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്തുമാത്രം മതി? ഒരു സ്മാർട്ട് എക്യുപ്മെന്റ് മാത്രം മതി. ഒരു മൊബൈൽ ഫോണിലൂടെ ഈവൻ നമുക്ക് എന്താണ്? ആ ഒരു അക്കൗണ്ടിലേക്ക് ആക്സസ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പേയ്മെന്റ് നടത്താവുന്നതാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു പേഷ്യന്റിന് ഒരു സ്മാർട്ട് എക്യുപ്മെന്റ് മാത്രം കൈവശമുണ്ടെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസിന്റെ സേവനങ്ങൾ എന്താണ്? പ്രയോജനപ്പെടുത്താവുന്നതാണ്. Instead of following the age-old process of arranging doctor's appointment, they may just log into their account in the patient portal, have a understand the availability of their doctors and make an appointment according to their convenience and doctor's availability. ഇനി മുന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? മുൻപ് അപ്പോയിന്റ്മെന്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ്? ഒന്നില്ലെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാം അല്ലെ? അപ്പൊ അവിടെ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കാണേണ്ട ഡോക്ടർ അന്ന് ലീവാണെന്നൊക്കെ അറിയുന്നത് അല്ലെ? അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറില്ലേ? അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാണ് പേഷ്യന്റ് പോർട്ടൽ. നമുക്ക് ഇതിന്റെ സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് അക്കൗണ്ടിൽ കയറിക്കൊണ്ട് എന്താണ്? നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടർ ഏതൊക്കെയാണ്, നമുക്ക് കാണേണ്ട ഡോക്ടറിന്റെ അവൈലബിലിറ്റി എപ്പോഴാണ്, അതിനനുസരിച്ച് അവരുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ച്, നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിനനുസരിച്ച് എന്താണ്? ടൈം അറേഞ്ച് ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. നേരത്തെ പറഞ്ഞ പോലെ പേയ്മെന്റ്സുകൾ, ഓക്കെ, അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്സുകൾ, ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന അപ്പോയിന്റ്മെന്റ്സുകൾ, അതിന്റെ എന്താണ്? പേയ്മെന്റുകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ചെയ്യാവുന്നതാണ്. The popularity of the patient portal is growing day by day, since it enhances accessibility for patients and keeps transparency between the patients and their treatment process. Okay, ഇനി മറ്റൊരു പ്രത്യേകതയാണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട കോൺഫിഡൻഷ്യാലിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ കഴിയുന്നതാണ്. Therefore, hospitals select this to improve their patient satisfaction level and build themselves as dependable ones. Okay, അതോടൊപ്പം തന്നെ എന്താണ്? ഹോസ്പിറ്റൽസ് ഈ ഒരു മെത്തേഡാണ്, ഈ ഒരു സിസ്റ്റമാണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതുവഴി എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉയർത്താനായിട്ട്, നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് പോർട്ടൽ അതായത് നമുക്ക് ഓൺലൈൻ ആയിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട്, അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് പേഷ്യന്റിന്റെ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? മെഡിക്കൽ റെക്കോർഡുകൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ്? ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സേഫ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് കൂടിയാണ് പേഷ്യന്റ് പോർട്ടൽ. നെക്സ്റ്റ് വൺ ആണ് മെഡിക്കൽ ബില്ലിംഗ്. മെഡിക്കൽ ബില്ലിംഗ്. Online medical billing feature controls all the billing works in less amount of time than usual. Gone are the days when hospitals spend a major amount of time controlling all the appointments and billings. Now, with the medical billing feature, patient's billing, insurance detail, patient tracking and payment process, everything can be managed with the capability. You can even accept a notification alert if there is any delay or other issues in payment, so that you can take action according to the norms. മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കാം മെഡിക്കൽ ബില്ലിംഗ്?
ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ പലതരത്തിലുള്ള എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് അല്ലേ? മെഡിസിൻസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇപ്പൊ റൂമിന്റെ റെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ലാബ് ടെസ്റ്റ്, അങ്ങനെ പലതരത്തിലുള്ള എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന് ചെലവാകുന്ന ക്യാഷ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് തിരിച്ചു നൽകുന്നതിനെയാണ് ബില്ലിംഗ്, മെഡിക്കൽ ബില്ലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾക്ക് ചെലവാകുന്ന ക്യാഷ് ഇൻഷുറൻസിലൂടെ തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ് ആണ് മെഡിക്കൽ ബില്ലിംഗ്. സോ നോക്കിക്കോളൂ, ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചേഴ്സ് കൺട്രോൾ ഓൾ ദി ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ. നമ്മൾ മുന്നത്തെ സിറ്റുവേഷൻ എന്താണ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം എന്താണ് ഈ മെഡിക്കൽ ബില്ലിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ ടൈം എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. പക്ഷെ ഈ ഒരു ഫീച്ചർ വന്നതോടുകൂടി എന്താണ് അവർക്ക് ഈസിലി ഇത്തരം കാര്യങ്ങൾ, ബില്ലിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇൻഷുറൻസിന്റെ ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പേഷ്യന്റിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈസിലി ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. Then you can even accept a notification alert if there is any delay or other issues in payment so that you can take action according to the norms. ഇനി എന്താ പറയുന്നത്? ഇനി നമുക്ക് ഈ ക്യാഷ്, ഇൻഷുറൻസിന്റെ ക്യാഷ് ഡിലേ ആകുകയാണെങ്കിൽ, കാലതാമസം നേരിട്ടാൽ അതിന് നമ്മളെ അവരെ അറിയിക്കുന്നതാണ്. അതിനും ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. സോ അതനുസരിച്ച് ഒരു നോട്ടിഫിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ആക്ഷൻസ്, ഡിലേ ആകുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് നമുക്ക് എന്താണ് എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ മെഡിക്കൽ ബില്ലിംഗ്? മുൻപെന്താണ് ഈ മെഡിക്കൽ ബില്ലിങ്ങിന് വേണ്ടി ഒത്തിരി സമയം ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് ഈ ഒരു ഫെസിലിറ്റി, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി എല്ലാ കാര്യങ്ങളും ഈസിലി പെട്ടെന്ന് തന്നെ എന്താണ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും ഒരു ഡിലേ ഉണ്ടായാൽ, ക്യാഷ് കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു താമസം നേരിട്ടാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ അതനുസരിച്ച് നമുക്ക് എന്താണ് അടുത്ത സ്റ്റെപ്പ് എടുക്കാവുന്നതാണ്. ക്ലിയർ? മെഡിക്കൽ ബില്ലിംഗ് ക്ലിയർ ആണോ? മെഡിക്കൽ ബില്ലിംഗ് ആൻഡ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. നോക്കിക്കോളൂ, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. സോ ഫസ്റ്റ് ഫീച്ചർ ആയിരുന്നു എന്ത്? പേഷ്യന്റ് പോർട്ടൽ. എന്താണ് പേഷ്യന്റ് പോർട്ടൽ? എന്തായിരുന്നു പേഷ്യന്റ് പോർട്ടൽ? പേഷ്യന്റിന് ഡാറ്റ ഓൺലൈനായിട്ട് ലോഗിൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കാനും, അതുപോലെ തന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മുടെ കൺവീനിയന്റ് ടൈം അനുസരിച്ച് നമുക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ സിസ്റ്റം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ പേഷ്യന്റുമായിട്ടുള്ള ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ലെവൽ ബിൽഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഹിസ്റ്ററി അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ബില്ലിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്തായിരുന്നു? പേയ്മെന്റ് നടത്താനും പറ്റുന്നതാണ്. ആ ഒരു പേഷ്യന്റ് പോർട്ടൽ വഴി പേയ്മെന്റ് നടത്താനും പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ആയിരുന്നു മെഡിക്കൽ ബില്ലിംഗ്. എന്താണ് മെഡിക്കൽ ബില്ലിംഗ്? ഹോസ്പിറ്റലിൽ ചെലവാകുന്ന ക്യാഷ് ഇൻഷുറൻസിലൂടെ തിരിച്ചു കിട്ടുന്നതിനുള്ള പ്രോസസ്സ്. അതിനുള്ള പ്രോസസ് ആണ് മെഡിക്കൽ ബില്ലിംഗ്. ഇനി ഡിലേ ആയാൽ അതിന് നമ്മൾ അവരെ അറിയിക്കുന്നതായിരിക്കും അല്ലെ? അവരെ നമ്മൾ അറിയിക്കും. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻസ് എടുക്കാവുന്നതാണ്. സോ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് തേർഡ് ഫീച്ചർ ആണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as the patient portal, with patient scheduling, patients can arrange their own appointments by merely logging into their respective accounts. Okay, നേരത്തെ പറഞ്ഞ പോലെ പേഷ്യന്റ് പോർട്ടലിൽ ചെയ്യാവുന്നത് പോലെ തന്നെ എന്താണ് ഒരു പേഷ്യന്റിന് അവരുടെ അക്കൗണ്ടിലൂടെ ലോഗിൻ ചെയ്തുകൊണ്ട് എന്താണ് ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റമാണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മറ്റേ പേഷ്യന്റ് പോർട്ടലിലാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുക, അതേപോലെ തന്നെ ബില്ലിങ്, പേയ്മെന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷെ പേഷ്യന്റ് ഷെഡ്യൂളിംഗിലാണെങ്കിൽ എന്താണ് ഡോക്ടറെ കാണുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. സോ പേഷ്യന്റിന് എന്താണ് തനിയെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റുന്നതാണ്. അവരുടെ അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്?
This way, they neither should wait in line in front of the doctor's chamber or clinic, nor required to call the clinic repeatedly to have an appointment. നമ്മൾ ഫോണിലൂടെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം വിളിക്കേണ്ടി വരും അല്ലേ, ചിലപ്പോൾ ബിസി ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഈ ഓൺലൈൻ ത്രൂ എന്താണ് കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ഡയറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്ടർ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുക, അപ്പോയിന്റ്മെന്റ് എടുക്കുക, ഡോക്ടറെ കാണുക. അപ്പൊ ഡോക്ടറിന് എന്താണ് ഒത്തിരി ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പൊ അത്തരം ഇഷ്യൂസ് സോൾവ് ചെയ്യാനായിട്ട് ഈ പേഷ്യന്റ് ഷെഡ്യൂളിങ്ങിലൂടെ കഴിയുന്നതാണ്. All the facilities will be available 24/7 with just a tap away. ഇനി ഇതിന്റെ ഫെസിലിറ്റി, ഇതിന്റെ സേവനം എന്താണ്, 24 മണിക്കൂറും എന്താണ് ലഭ്യമായിരിക്കും. They can even go with their convenience with the availability of the doctor and make appointments accordingly. അപ്പൊ അതിലൂടെ നമുക്ക് എന്താണ്, നമുക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് ആ ഡോക്ടറിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കാവുന്നതാണ്. This feature is beneficial to the care providers too. ഇനി നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തത് പേഷ്യന്റിനുള്ള ബെനിഫിറ്റ് ആണ് അല്ലെ. എന്താ പേഷ്യന്റിന് ലഭിക്കുന്ന ബെനിഫിറ്റ്? ഈ ഒരു സിസ്റ്റത്തിലൂടെ പേഷ്യന്റിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തായിരുന്നു? തനിയെ അപ്പോയിന്റ്മെന്റ് എടുക്കാം, അതുപോലെ ടൈം നമ്മുടെ കൺവീനിയന്റ് ടൈം അനുസരിച്ച് ഡോക്ടറിന്റെ അവൈലബിലിറ്റി ലഭിക്കും. അതേപോലെ തന്നെ എന്താണ്, അവിടെ ചെന്ന് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ. നമുക്കൊരു ടൈം കിട്ടും, ആ ടൈമിന് നമ്മൾ ചെന്നാൽ മതി അല്ലെ. അവിടെ ചെന്ന് ഒത്തിരി ടൈം എന്താണ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. അത് പേഷ്യന്റിന് ലഭിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അവർക്ക് മാത്രമല്ല, പേഷ്യന്റിന് മാത്രമല്ല, മറിച്ച് എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ചില ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണത്? They can allot their staff ടെസ്റ്റ് റൂം ആൻഡ് സ്പെഷ്യാലിറ്റി അപ്പാരറ്റസ്. ഓക്കെ, ഇപ്പൊ ഒരു പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് എടുത്താൽ നമുക്കറിയാം ഇന്ന ടൈമിലാണ് വരുന്നതെന്ന്. അപ്പോൾ ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ആവശ്യമായ എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, സ്റ്റാഫുകളെ അറേഞ്ച് ചെയ്യാനായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും എന്താണ് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഇ പ്രിസ്ക്രൈബിംഗ്, ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. E-prescribing. This software in health information systems accelerate the complete prescription process, normally done by the staff members of the medical practitioner's office. They are able to send and fill the prescriptions of every patient to the pharmacies online. Also, they can trace the entire process and take any action if required. This way, the whole process becomes quick, safe and free of errors. ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇപ്പൊ നമ്മൾ സപ്പോസ് വിചാരിക്കുക, ഒരു ക്ലിനിക്കിൽ പോയി നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരുന്നത് എന്തിലാണ്? ഒരു പേപ്പറിലായിരിക്കും അല്ലെ. നമ്മളിത് എപ്പോഴും കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് മിസ്സായാല് ഡോക്ടർ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ നമ്മൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നൽകിയത്, നമ്മൾ എന്ത് മെഡിസിൻ ആണ് കഴിച്ചത് എന്ന് അറിയാൻ പറ്റുമോ ഡോക്ടറിന്? പറ്റോ? പക്ഷേ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി ഈ പ്രിസ്ക്രൈബിംഗ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, നമ്മൾക്ക് നൽകുന്ന ഡാറ്റാസ് എല്ലാം അവിടെ സ്റ്റോർഡ് ആണ്, അപ്ഡേറ്റഡ് ആണ് അല്ലെ. അപ്പോൾ എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഒന്നുമില്ലാതെ ഇറേഴ്സ് എല്ലാം കുറച്ചുകൊണ്ട് എന്താണ് നല്ല ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇതുവഴി കഴിയുന്നതാണ്. സോ ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് എന്താണ് പ്രിസ്ക്രിപ്ഷൻ എഴുതാവുന്നതാണ്. ഒരു കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോടുകൂടി പ്രിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നേരിട്ടത് എങ്ങോട്ടേക്ക് എത്തുന്നു? ഫാർമസിയിൽ ഇരിക്കുന്ന സ്റ്റാഫിന് അത് റീഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതുവഴി എന്താണ്, ആ പേഷ്യന്റിന് ആവശ്യമായ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഈ പ്രിസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്താണ്, ഈ ഡോക്ടറിന് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും, എന്ത് മെഡിസിൻ ആണ് നൽകിയത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ചുള്ള നെക്സ്റ്റ് എന്താണ് ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് ഡോക്ടർക്ക് കഴിയുന്നതാണ്. സോ ഈ ഇറേഴ്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. മികച്ച രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ഇലക്ട്രോണിക് പ്രിസ്ക്രൈബിംഗ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, RPM. RPMന്റെ എക്സ്പാൻഡഡ് ഫോം ആണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്.
ദിസ് ഈസ് അനദർ അസ്പയറിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ആ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് RPM എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് എനേബിൾസ് ആക്സസ് ടു പേഷ്യൻസ് ഡീറ്റെയിൽസ് ഈസി. ഓക്കെ, ഇതിലൂടെ എന്താണ് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസിൽ നമുക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട്, എന്താണ് ഒബ്സർവ് ചെയ്യാനായിട്ട്, വെരിഫൈ ചെയ്യാനായിട്ട്, അവരുടെ ഡാറ്റ വെരിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ്. അതുവഴി എന്താണ് അത് ചെക്ക് ചെയ്തുകൊണ്ട്, ഹെൽത്ത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ട് പേഷ്യന്റിന് കറക്റ്റ് എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും അഡ്വൈസ് നൽകാനും ഡോക്ടേഴ്സിനും കഴിയുന്നതാണ്. അൺമിറ്റിഗേറ്റ് സിവിയർ കണ്ടീഷൻ എക്സ്പെൻസസ്. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ റെഡ്യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. Remote patient monitoring is really useful for patients who are experiencing chronic health issues. ഇനി ഈ ഒരു RPM സിസ്റ്റം കൂടുതലും യൂസ്ഫുൾ ആകുന്നത് ആർക്കാണ്? ഏത് ടൈപ്പ് ഓഫ് പേഷ്യന്റിനാണ്? അതായത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്, എപ്പോഴും അസുഖങ്ങൾ വരില്ലേ, വിട്ടുമാറാത്ത ടൈപ്പ് ഓഫ് ഡിസീസ് ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കില്ലേ, അത്തരം പേഷ്യന്റിനാണ് ഈ RPM മെത്തേഡ് യൂസ്ഫുൾ ആകുന്നത്. ക്ലിയർ ആണോ? അതായത് ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഹോസ്പിറ്റലിൽ വരാതെ വീടുകളിൽ തന്നെ കഴിയുന്ന പേഷ്യന്റ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അസുഖം വരുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ടായിരിക്കാം, അതേപോലെ പ്രായമായിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് ഡോക്ടറിന് ചെക്ക് ചെയ്ത് അവരുടെ ആ ഡാറ്റാസ് എന്താണ് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നതിനുള്ള ഒരു സംവിധാനമാണ് RPM എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഈ പേഷ്യന്റിന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ഇതിനുള്ള മോണിറ്റേഴ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹെൽപ്പോടുകൂടി അവർക്ക് എന്താണ് ഡാറ്റാസ് കളക്ട് ചെയ്ത് ഡോക്ടേഴ്സിലേക്ക് സെൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ ഒരു ഡോക്ടറിന് ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് എന്താണ് ഡാറ്റ വെരിഫൈ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതിനുള്ള, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് RPM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? RPM റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. സോ ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് ആർക്കൊക്കെയാ? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യന്റിന്, എപ്പോഴും വിട്ടുമാറാത്ത അസുഖങ്ങൾ, ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറീസ് ഓഫ് പേഷ്യന്റിനാണ് ഇത് കൂടുതലും യൂസ്ഫുൾ ആകുന്നത്. Other than chronic health care, RPM is useful. പറയാം. Other than chronic health care, RPM is useful for other cases too. അതായത് നേരത്തെ പറഞ്ഞ ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കല്ലാതെ മറ്റു ചില ആളുകൾക്കും കൂടി എന്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ആർക്കൊക്കെയാണത്? such as care for senior citizens, അതായത് സീനിയർ ആയിട്ടുള്ള സിറ്റിസൺസിന് ഉപയോഗിക്കാവുന്നതാണ്. കെയർ ആഫ്റ്റർ ഡിസ്ചാർജിങ് എ പേഷ്യന്റ്, ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ്, ഓക്കെ, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെക്ക് ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിസ്ചാർജ്ഡ് പേഷ്യന്റിനും എന്താണ് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ്. ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത് ആൻഡ് സബ്സ്റ്റാൻസ് അബ്യൂസ് എക്സെട്ര. ഓക്കെ, ഇനി സ്വഭാവ വൈകല്യങ്ങളുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടായിരിക്കാം, അതേപോലെ ലഹരിക്ക് അടിമയായിട്ടുള്ളവരുണ്ടായിരിക്കാം അല്ലെ, ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിനും ഈ ഒരു RPM മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അതായത് അവർ എവിടെയാണുള്ളത് അവിടെ നിന്നുകൊണ്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് ചെക്ക് ചെയ്തുകൊണ്ട്, വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തുകൊണ്ട് പേഷ്യന്റിനെ ഡോക്ടറിനെ അറിയിക്കാവുന്നതാണ്. ഓക്കെ, ഡോക്ടർ ആ ഒരു ഡാറ്റ കളക്ട് ചെയ്ത് എന്താണ് അത് ഇവാലുവേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഫർദർ സ്റ്റെപ്പ് എന്താണെന്ന്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് RPM എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോ ആർക്കൊക്കെയാണ് ഈ മെത്തേഡ് കൂടുതലും യൂസ്ഫുൾ ആകുന്നത്? ആർക്കൊക്കെയാ? ഏത് കൈൻഡ് ഓഫ് പേഷ്യന്റിനാണ്? ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. ദെൻ സീനിയർ സിറ്റിസൺ, ഡിസ്ചാർജിംഗ് പേഷ്യന്റ്. ഓക്കെ, സീനിയർ സിറ്റിസൺസിന് ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡിസ്ചാർജ് ആയ പേഷ്യന്റ്, ഓക്കെ, ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റ്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഡോക്ടേഴ്സിനെ അറിയിച്ച് അതിനെതിരെ എന്താണ് അതിന് അനുകൂലമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ ആർക്കാണ്?
ബിഹേവിയറൽ ഹെൽത്ത്, അതായത് സ്വഭാവത്തിൽ അതിനെതിരെ സ്വഭാവ വൈകല്യങ്ങളുള്ളവർ അതിനെതിരെ ട്രീറ്റ്മെന്റ് എടുക്കുന്നവര്. ഓക്കെ, പിന്നെന്താണ് ലഹരി ഉപയോഗിക്കുന്നവര്. ഓക്കെ, അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്കെല്ലാം ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. ക്ലിയർ ആണോ അത്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്, MPI. ഓക്കെ, MPI നോക്കിക്കോളൂ. Master Patient Index has gathered popularity across many hospitals and large organizations of medical practices. ഓക്കെ, അതായത് കൂടുതലും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് MPI എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദിസ് ടെക്നോളജി what requires to feed the patient informations once. ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നവരായിരിക്കും അല്ലെ. ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളിവിടെ റിസപ്ഷനിൽ ചെന്നാൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അവിടെ എത്തുന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് MPI. ഓക്കെ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡാണ് MPI. സോ നമ്മൾ റിസപ്ഷനിൽ ചെന്നു, ഫസ്റ്റ് ടൈം ആണ് ചെല്ലുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു ഫോം തരും, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ ഡീറ്റെയിൽസാ പറഞ്ഞു കൊടുക്കുന്നത്? എന്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്? എന്തൊക്കെയാണ്? ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണണമെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലെ. നമ്മുടെ ചാർട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്? നമ്മുടെ ഫുൾ നെയിം ചോദിക്കാറുണ്ട് അവരല്ലേ. ഫുൾ നെയിം ചോദിക്കാറുണ്ട്. പിന്നെന്താണ്? ഏജ്, അഡ്രസ്. ഏജ് ചോദിക്കും, അഡ്രസ് ചോദിക്കും, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും ഇല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ തന്നെ പിന്നെന്താണ്, കോണ്ടാക്ട് ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ചോദിക്കും അല്ലെ, ജെൻഡർ ചോദിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് MPI. ക്ലിയർ ആണോ? അപ്പൊ ഒരു പേഷ്യന്റിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനുള്ള മെത്തേഡാണ് MPI. ഇനി നോക്കിക്കോളൂ. വിത്ത് ദിസ് ടെക്നോളജി one requires to feed the patient's informations once. ഇനി നമ്മൾ ഒരു പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോൾ ഈ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്തു, അവർക്ക് പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ടൈം നമ്മൾ വീണ്ടും വിസിറ്റ് ചെയ്യുമ്പോൾ ഈ സെയിം ഡീറ്റെയിൽസ് വീണ്ടും ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വീണ്ടും ഷെയർ ചെയ്യാറുണ്ടോ? നമ്മുടെ പേരെന്താണ്, എന്താണ്? ഇല്ല അല്ലെ. എന്താണ്, ജസ്റ്റ് അവർ നൽകുന്ന ആ നമ്പർ മാത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് അല്ലെ. അപ്പൊ എന്താണ്, നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒരു പ്രാവശ്യം മാത്രമാണ് എന്താണ് ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. വൺസ്, ഒരിക്കൽ മാത്രമാണ് അവരത് കളക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം എന്താണ്, ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ന്യൂമറസ് ഡാറ്റാബേസ് ആൻഡ് ദെയർഫോർ ദിസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ദ ഫോർ അതർ ലാബ് ടെസ്റ്റ് ആൻഡ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ഈ ഡാറ്റാസ് ഷെയർ ചെയ്തു. ഇനി ഈ ഡാറ്റാസ് നിരവധി ഡാറ്റാബേസിലേക്കാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. അതായത് എന്താണ്, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കും, അതായത് ഇപ്പൊ ലാബിൽ ചെന്നാൽ നമ്മുടെ ആ നെയിം, ജസ്റ്റ് ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എന്താണ് ഡിസ്പ്ലേ ആകുന്നതാണ് അല്ലെ. അതേപോലെ ഫാർമസിയിൽ ചെന്നാൽ ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി, അവർക്ക് ആ മെഡിക്കൽ റെക്കോർഡിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മുടെ ഡീറ്റെയിൽസ് എന്താണെന്ന്, നമ്മുടെ ഇൻക്ലൂഡിങ് എന്താണ്, ഡേറ്റ് ഓഫ് ബർത്ത്, പേരെന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ എന്താണ് കാണാനായിട്ട് കഴിയുന്നതാണ്. ഫൈൻഡിങ് ദ ഡാറ്റ മാനുവലി എവറി ടൈം ഈസ് നോട്ട് നീഡഡ് ദെൻ. അപ്പൊ ഇതിനു മുന്നായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ ചെല്ലും, അപ്പോയിന്റ്മെന്റ് എടുക്കും, അവരൊരു എന്താണ് ഹാർഡ് കോപ്പി ആണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു ചാർട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ടൈം ചെല്ലുമ്പോഴും എന്താണ്, നമ്മൾ ഈ നമ്പർ പറഞ്ഞു കൊടുക്കും, അവർ ആ ഫയലുകൾക്കിടയിൽ നിന്ന് നമ്മുടെ ആ ഫയൽ എന്താണ് കണ്ടെത്തണം വേണ്ടേ, മാനുവലി ആയിട്ട് അത് കണ്ടെത്തേണ്ടതുണ്ട്. സോ ഈ ഒരു സോഫ്റ്റ്വെയർ, ഇത്തരത്തിലൊരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ്, അതിനുവേണ്ടി ചെലവാക്കേണ്ട ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ഒരു സ്റ്റാഫിന് എന്താണ് എല്ലാ ഫയലുകളും ഇങ്ങനെ എന്താണ് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ആ നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മുടെ ഡീറ്റെയിൽസ് അവിടെ, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് അവിടെ ഡിസ്പ്ലേ ആകുന്നതാണ്. The ease of access to patients' details is the most important benefit of using the Master Patient Index. അപ്പൊ ഈ MPIയുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്, നമ്മുടെ ഡാറ്റയിലേക്ക് അവർക്ക് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പൊ ഡോക്ടറിനാണെങ്കിലും അല്ല ഫാർമസിയിലുള്ള സ്റ്റാഫിനാണെങ്കിലും നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്, നമ്മുടെ മെഡിക്കൽ ഡാറ്റയിലേക്ക് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്.
Also, it is totally automated, minimize the possibility of errors and improves the safety of the informations. എന്താണ് അതുകൊണ്ട് തന്നെ എന്താണ് ഫാർമസിയിൽ ഇരുന്നു കൊണ്ട് അവർക്ക് എന്താണ് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇറേഴ്സുകൾ, മിസ്റ്റേക്കുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അല്ല, ഫയലൊക്കെ മാറിപ്പോകുക അങ്ങനെ കേട്ടിട്ടില്ലേ സംഭവങ്ങള്? അത്തരം സിറ്റുവേഷൻസ് എന്താണ് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ്, അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ടും ഈ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. ക്ലിയർ ആണോ? നമ്മൾ പഠിച്ചു ഹിപ്പ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ് പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷൻസും പ്രൊട്ടക്ട് ചെയ്യണം, അതിനുള്ള ആക്ട് ആണ് ഹിപ്പ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി മാത്രമായിരിക്കണം ഒരു പേഷ്യന്റിൽ നിന്നും ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ ഷെയർ ചെയ്യുന്ന ഡാറ്റ ഓക്കെ അവർക്ക് എന്താണ് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സോ MPI ക്ലിയർ ആണോ? എന്താണ് MPI? MPI എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, കളക്ട് ചെയ്യാനുള്ള പ്രോസസ് ആണ്. അതിന്റെ ബെനിഫിറ്റ് എന്താ? ഇങ്ങനെ ഡാറ്റ ആക്സസ് ദ പേഷ്യന്റ് ഡീറ്റെയിൽസ്. നമുക്ക് എന്താണ് ഈസിലി ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെന്താ, മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് ഇല്ലേ? മിസ്റ്റേക്സ് എന്താണ് കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ്. പിന്നെന്താണ് അവർ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് സേഫ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? MPI. And the last one, wrapping it up. Health information system will go on to bring changes in healthcare services. Okay, ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഇനിയും പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയായിരുന്നു ആ മാറ്റങ്ങള്? എന്തൊക്കെയായിരിക്കാം മാറ്റങ്ങള്? നമ്മളിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. ഓക്കെ, എന്തൊക്കെ മാറ്റങ്ങളുണ്ട്? നമുക്ക് ആ ഫയല് കൊണ്ട് നടക്കേണ്ടതായിട്ട് വരുന്നില്ല അല്ലെ? എല്ലാ സെക്ഷനിലും പോകുമ്പോൾ ആ ഫയലുമായിട്ട് പോകേണ്ടതായിട്ട് വരുന്നില്ല. ഡാറ്റാസ് മിസ്സാകാനുള്ള, മിസ്റ്റേക്സുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് എന്താണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കും, ഡോക്ടറിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകൾക്ക്, ലാബിലുള്ളവർക്കും നമ്മുടെ ഡാറ്റ ഈസിലി എന്താണ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ പേഷ്യന്റിനെ സംബന്ധിച്ച് എന്താണ് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ? അപ്പൊ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു സിസ്റ്റം വന്നതോടുകൂടി എന്താണ് ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിട്ടുണ്ട്. With the assistance of powerful systems in hospitals and medical procedures, not only will the efficiency of the professionals be increased, but also their work will become easier and more organized. ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, ഇത്തരത്തിലുള്ള ഒരു പവർഫുൾ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പ്രൊഫഷണൽസിന്റെ, ഡോക്ടേഴ്സിന്റെ ആയിക്കോട്ടെ മറ്റ് ഹെൽത്ത് കെയർ സ്റ്റാഫുകളുടെ ആയിക്കോട്ടെ വർക്കിലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ? അവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെന്താണ് അവരുടെ വർക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യാനും കഴിയുന്നതാണ്. ഇപ്പൊ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യം പറഞ്ഞാൽ എന്താണ് ഈ സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. സോ സ്റ്റാഫുകളുടെ വർക്ക് ലോഡ് അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. Then as a result, they focus on giving better care to the patients and improving patient engagement and contentment. ഓക്കെ, എന്താ അതിൽ പറയുന്നത്? ഇതിന്റെ ഫലമായിട്ട് പേഷ്യൻസിന് ഉയർന്ന നിലവാരത്തിലുള്ള ബെറ്റർ കെയർ എന്താണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. സോ പേഷ്യന്റിന് എന്താണ് അവിടെ വന്നാൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്, നല്ല നിലവാരത്തിലുള്ള കെയർ ലഭിക്കുന്നതാണ്, സാറ്റിസ്ഫാക്ഷനോടുകൂടി മടങ്ങാവുന്നതാണ്. In short, HIS offers a win-win situation for both the patients and healthcare providers when it comes to refining care delivery services. ഇനി എന്താണ് ഹെൽത്ത് കെയർ സർവീസിന്റെ എന്താണ്
ആ ഹോസ്പിറ്റലിൽ എത്തുന്ന പേഷ്യന്റിന് മികച്ച നിലവാരത്തിലുള്ള എന്താണ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് രണ്ട് ടീമുകൾക്കും, ഇപ്പൊ പേഷ്യന്റിനാണെങ്കിലും അല്ല ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനാണെങ്കിലും എന്താണ് പലതരത്തിലുള്ള ബെനിഫിറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് പല രീതിയിലുള്ള ബെനിഫിറ്റ്സുകൾ രണ്ട് ആളുകൾക്കും, രണ്ട് ടീമിനും ലഭിക്കുന്നുണ്ട് അല്ലെ. പേഷ്യന്റിന് എന്തൊക്കെയാ ലഭിക്കുന്നത്? പേഷ്യന്റിന് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ബില്ല് പേ ചെയ്യാനായിട്ട്, ഓൺലൈനായിട്ട് ബില്ല് പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വെയിറ്റിംഗ് ടൈം, ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണുന്നതിനുള്ള വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് അല്ലെ. ഇനി ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെല്ലാം ബെനിഫിറ്റാ ലഭിക്കുന്നത്? വർക്ക് ലോഡ് കുറയ്ക്കാനായിട്ട്, വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ. പിന്നെന്താണ്, സ്റ്റോക്കുകൾ, മെഡിസിൻ ആയിക്കോട്ടെ മറ്റ് സപ്ലൈസ് ആയിക്കോട്ടെ അതിന്റെ റീഫില്ലിങ്ങുമായി ബന്ധപ്പെട്ട റിമൈൻഡേഴ്സ് അവർക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ബില്ലിംഗ് വഴി അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം വഴി ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടും ഇത്തരം സോഫ്റ്റ്വെയറിന്റെ ഇത്തരം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. സോ രണ്ട് ടീമിനും, ഇപ്പോൾ പേഷ്യന്റിനാണെങ്കിലും മാനേജ്മെന്റ് ഹോസ്പിറ്റലിനാണെങ്കിലും എന്താണ് രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെ. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഫീച്ചേഴ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ എന്തൊക്കെയായിരുന്നു നമ്മൾ ബെനിഫിറ്റിൽ ഫീച്ചേഴ്സിൽ പഠിച്ചത്? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എന്തൊക്കെയായിരുന്നു? മേഘ, ഫസ്റ്റ് ഫീച്ചർ എന്തായിരുന്നു? പേഷ്യന്റ് പോർട്ടൽ. അതിലെന്താ പഠിച്ചത്? പേഷ്യൻസിന് പേഴ്സണലായിട്ടൊന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുക്കാനൊക്കെ കൂടുതൽ എളുപ്പമാവുന്നു. അത് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പ്രോഗ്രാം ആണത്. ഡീറ്റെയിൽസ് എന്താണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്തായിരുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റും. പിന്നെന്താണ്, മെഡിക്കൽ ബില്ലുകൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ദെൻ പേയ്മെന്റ് നടത്താനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ അവരുടെ ഡീറ്റെയിൽസ് എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോടുകൂടി കഴിയുന്നതാണ്. മറ്റാർക്കും എന്താണ് ആ ഒരു സൈറ്റിലേക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. ഓക്കെ, അപ്പൊ കോൺഫിഡൻഷ്യാലിറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ എന്തായിരുന്നു? സെക്കൻഡ് ഫീച്ചർ എന്തായിരുന്നു? എന്താണ് സൂര്യ? മെഡിക്കൽ ബില്ലിംഗ്. എന്താണ് മെഡിക്കൽ ബില്ലിംഗ്? ഹോസ്പിറ്റലിൽ ചെലവാകുന്ന ക്യാഷ് ഇൻഷുറൻസിലൂടെ തിരിച്ചു കിട്ടുന്ന പ്രോസസ്സാണ് മെഡിക്കൽ ബില്ലിംഗ്. അത് നമുക്ക് ഈസിലി മെഡിക്കൽ ബില്ലിംഗ് ഈസിലി പ്രോസസ് ചെയ്യാനായിട്ട് കഴിയുന്നു ഈ സിസ്റ്റം ഉപയോഗിച്ച്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ക്യാഷ് ഡിലേ ആകുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്തായിരുന്നു? പേഷ്യന്റിന് അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനുള്ള പ്രോസസ്സ് പേഷ്യന്റിന് തനിയെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിലൂടെ 24 മണിക്കൂറും ഇതിന്റെ സേവനം ലഭ്യമാണ്. പിന്നെന്തായിരുന്നു ഫീച്ചേഴ്സ്? പേഷ്യന്റിന് എന്താണ് അധിക ടൈം എന്താണ് ഡോക്ടറെ കാണുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല അല്ലെ, ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇനി ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്തായിരിക്കാം? They can allot their staff test rooms and specialty apparatus. അവർക്ക് എല്ലാ കാര്യങ്ങളും എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ട്, ആ പേഷ്യന്റിന് വേണ്ടി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനുള്ള ടൈം ലഭിക്കുന്നുണ്ട്. അവർക്കത് മുൻകൂട്ടി കാണാനായിട്ട് എന്താണ് കഴിയുന്നുണ്ട്. അത്തരം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഈ പ്രിസ്ക്രൈബിംഗ്. എന്താണ് ഈ പ്രിസ്ക്രൈബിംഗ്? എന്തായിരുന്നു ഈ പ്രിസ്ക്രൈബിംഗ്? ഡോക്ടേഴ്സ് അവർ റൂമിൽ തന്നെ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി പ്രിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യും, അത് ഫാർമസിയിലേക്ക് അയക്കുകയും അതിലൂടെ നമുക്ക് പേഷ്യൻസിന് മരുന്നുകൾ കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറിന് നെക്സ്റ്റ് ടൈം പേഷ്യന്റിന്റെ ട്രാക്ക് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ദെൻ RPM.
RPM, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. എന്താണ് ഇത്? ആർക്കൊക്കെയാ കൂടുതലും യൂസ്ഫുൾ ആകുന്നത്? ആർക്കൊക്കെയാ ഈ ഒരു ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ്, ആ പിന്നെ ഡിസ്ചാർജ് പേഷ്യൻസ്, സീനിയർ സിറ്റിസൺസ്, ബിഹേവിയറൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിന് ഉള്ള പേഷ്യൻസ്, പിന്നെ ലഹരി ഉപയോഗിക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആണ്. അവർക്ക് വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് RPM എന്ന് പറയുന്നത്. അവർക്ക് തന്നെ എന്താണ് ഈ മോണിറ്റർ ചെയ്തുകൊണ്ട് അവരുടെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തുകൊണ്ട് എന്താണ് ഡോക്ടറിന് സെൻഡ് ചെയ്യാവുന്നതാണ്. ഡോക്ടറിന് അത് അനലൈസ് ചെയ്തുകൊണ്ട് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന്, എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ദെൻ MPI എന്തായിരുന്നു? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്. വൺസ് ആണ്, ഒരിക്കൽ മാത്രമാണ് ഇത്തരം ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ. ദെൻ റാമ്പിംഗ് ഇറ്റ് അപ്പ്. എന്താ അതിൽ പേഷ്യന്റിനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനും ഒരുപോലെ തന്നെ ബെനിഫിറ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. രണ്ട് ടീമിന് അല്ലേ, പേഷ്യന്റിനായിക്കോട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനായിക്കോട്ടെ, എന്താണ് രണ്ട് ടീമിനും എന്താണ് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്, വിച്ച് ഈസ് ഏതാണ്? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഓക്കെ, സോ വൈൻഡപ്പ് ചെയ്തോട്ടെ ഞാൻ. ഇതിന്റെ MCQ അയച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ.